ഇനി ഒന്നും നോക്കാനില്ല, കോടതിയിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ്. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന BJPയെ ഇനി നേരിടേണ്ടത് നിയമ പോരാട്ടം വഴിയായിരിക്കണം. ഹിഡൻബർഗിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നതോർത്തല്ല കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. വാസ്തവത്തിൽ അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്ന ഇടപെടലിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ഇവിടെ മൂടിവെക്കാൻ എത്രത്തോളം BJP കഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ചും കോൺഗ്രസ്സിന് ഒരു രീതിയിലുള്ള സംശയമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് കൃത്യമായി സെബി ചീഫായിട്ടുള്ള, സെബിയുടെ അധ്യക്ഷയായിട്ടുള്ള മാധവി ബുച്ച് അതിനകത്ത് അദാനിയുടെ നിഴൽ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് ഒരുപക്ഷെ BJP അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്. മാധവി ബുച്ച് രാജിവെക്കുന്നത് വരെ ശക്തമായ പോരാട്ടം പാർലമെൻറ്റിനകത്തും പുറത്തും കാണിക്കും എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വീണ് കിട്ടിയ അവസരമായി പ്രതിപക്ഷം ഉപയോഗിക്കുകയല്ല, മറിച്ച് നിരവധിയായ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് BJP അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയായാണ് ഇതിനെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്. സുപ്രീം കോടതി നാളെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാലോ എന്ന വലിയ ചോദ്യം ഹരീഷ് സാൽവെ എന്ന മുൻ സോളിസിറ്റർ ജനറൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഹരീഷ് സാൽവെ പറഞ്ഞ വാദഗതികളെല്ലാം തെറ്റിദ്ധാരണാജനകമാണ്. അതിന് കാരണമായി പറയേണ്ടത് ഇത്രമാത്രമാണ്: സുപ്രീം കോടതി ആയിരുന്നാലും ഏത് നീതിപീഠമായിരുന്നാലും അത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പാടില്ല എന്നത് വ്യക്തമായിരിക്കെ തന്നെ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് നിയമപരമായ നടപടികൾ മാത്രമാണ്, നിയമപരമായ പോരാട്ടം മാത്രമാണ്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നിരവധിയായ വിഷയങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. BJP നിർബന്ധം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ പ്രതിപക്ഷത്തായിരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ കോൺഗ്രസ് ഇത് പറയുമ്പോൾ മാത്രം BJP രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന ആരോപണവുമായി എത്തുകയാണ്. ഇതാണ് പരസ്പര വിരുദ്ധം അഥവാ വിരോധാഭാസം എന്നൊക്കെ പറയേണ്ടത്. അതായത് BJP ചെയ്യുന്നതെല്ലാം രാജ്യത്തിന് അനുകൂലമായ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം രാജ്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കവുമാണ് എന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്ത സാധാരണക്കാർക്കിടയിൽ വസ്തുനിഷ്ഠമായി അല്ലാതെ പരത്തുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന വെപ്രാളമുണ്ട്. കോൺഗ്രസും പ്രതിപക്ഷവും ചേർന്ന് ഇന്ത്യയിലെ ഓഹരി വിപണിയെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് BJPയുടെ IT സെൽ അങ്ങ് പടച്ചുവിടും. ഇത് കേട്ട് വിശ്വസിക്കാൻ മാത്രം മണ്ടരല്ല ഇന്ത്യയിലെ ജനവിഭാഗം എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് വിശദീകരണവുമായി ധനകാര്യ വിദഗ്ധർ, കോൺഗ്രസിനകത്തു തന്നെയുള്ള ധനകാര്യ വിദഗ്ധർ വരുന്നത്. BJPയുടെ സാമ്പത്തിക നയം പൊട്ടിപ്പാളീസായതാണ്. ബജറ്റ് വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കോമഡിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ആന്ധ്രയ്ക്കും ബീഹാറിന് മാത്രം കീറെഴുതി കൊടുത്ത ബജറ്റ്. ഇവിടെ ഇത് വെച്ച് പൊറപ്പിക്കാൻ BJPയെ ഈ രീതിയിൽ മുന്നോട്ട് വിടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നിശ്ചിതമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.